മാവേലിക്കര നഗരസഭയുടെ പിടിപ്പുകേടും അഴിമതിയും ജനകീയ കോടതിയിലൂടെ ജനസമക്ഷം അവതരിപ്പിച്ച് ബി.ജെ.പി. നഗരസഭ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണക്കുകളാണ് ബി.ജെ.പി. പുറത്തുവിട്ടത്. ബി.ജെ.പി. ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നടന്ന ജനകീയ കോടതിയിലൂടെയാണ് മാവേലിക്കര നഗരസഭയിലെ ഞെട്ടിക്കുന്ന അഴിമതികളുടെ വിവരങ്ങൾ ബി.ജെ.പി. ആലപ്പുഴ തെക്ക് ജില്ലാ അധ്യക്ഷൻ പുറത്തുവിട്ടത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി വിവരങ്ങൾ ജനകീയ കോടതിയിലൂടെ ജനങ്ങളെ അറിയിച്ചത്. 2020-21 കാലയളവിൽ അംഗീകാരം ലഭിച്ച 248 പദ്ധതികളിൽ 123 മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. ഈ കാലയളവിൽ മാത്രം 5,70,00,000 രൂപ പാഴാക്കി. ആധുനിക അറവുശാലയ്ക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 74 ലക്ഷം രൂപ വായ്പ എടുത്തെങ്കിലും പദ്ധതി ഇതുവരെ നടപ്പായിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് നീക്കിവെച്ചെങ്കിലും അതെല്ലാം പാഴാവുകയായിരുന്നു. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പേരിൽ ജനകീയ ഹോട്ടലിന് പണം അനുവദിച്ചെങ്കിലും നടപ്പാക്കിയില്ല. കാളച്ചന്തയിൽ പ്രവർത്തിച്ചു വന്ന ഗ്യാസ് ശ്മശാനം 8 വർഷമായി പ്രവർത്തനരഹിതമാണ്. മാലിന്യ സംസ്കരണത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ 41 ലക്ഷത്തിൽ 5,40,000 രൂപ മാത്രമാണ് ചിലവഴിച്ചത്. മാലിന്യം നീക്കം ചെയ്യാൻ വാങ്ങിയ വാഹനത്തിൽ പോലും അഴിമതി നടത്തിയെന്നും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. ആരോപിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ ഇതിലും രൂക്ഷമായ പരാമർശങ്ങളുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഓരോ പദ്ധതിയിലും നമുക്കറിയാം, ഒരു നഗരസഭ എന്നൊക്കെ പറയുമ്പോൾ നൂറുകണക്കിന് പദ്ധതികളുണ്ട്. എല്ലാ പദ്ധതിയിലും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി ഈ നഗരസഭയിൽ മാത്രം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട് പാഴായി പോയിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊടുത്ത തുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു, മാലിന്യ നീക്കത്തിന് കേന്ദ്രം കൊടുത്ത പണമുണ്ട്. നായ്ക്കളെ വന്ധ്യംകരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്ത പണമുണ്ട്. ഇതൊന്നും ചെലവഴിക്കാൻ നഗരസഭയ്ക്ക് തയ്യാറായില്ല. അത് മുഴുവൻ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. മറ്റ് കണക്കുകൾ എഴുതിയെടുത്ത് ആ പണം ചെലവഴിച്ചിട്ടുമുണ്ട്. അഗതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 35 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലുണ്ടായിട്ടും 1 രൂപ പോലും ചെലവഴിച്ചില്ല. ഇന്റർനെറ്റ് കേബിൾ വലിച്ച വകയിൽ 20 ലക്ഷത്തോളം രൂപ അംബാനി ഗ്രൂപ്പ് നഗരസഭയ്ക്ക് നൽകാനുണ്ടെന്നും ജനം ദുരിതത്തിൽ കഴിയുമ്പോൾ അംബാനിക്ക് വഴിവിട്ട സഹായം നൽകുകയാണെന്നും സന്ദീപ് വാചസ്പതി ജനകീയ കോടതിയിൽ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.വി. അരുൺ, ഏരിയ പ്രസിഡന്റ് സുജിത് താർപിള്ള, ജീവൻ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനം, ആലപ്പുഴ.